ഹായ് ഓൾ, വെൽക്കം ടു CC ഇംഗ്ലീഷ് അപ്പ്. നമുക്കിന്ന് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ് പഠിക്കാമെന്ന് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വെച്ചാലേ നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ ഫ്യൂച്ചറിൽ ഒരു പീരീഡ് ഓഫ് ടൈം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു കൃത്യസമയത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയാ? അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. നാളെ 5 മണിക്ക് ഞാൻ പഠിക്കുകയായിരിക്കും. നമ്മൾ പഠിച്ചതാണ് അല്ലേ? മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നാളെ 5 മണിക്ക് ഞാൻ പഠിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാ? ഐ വിൽ ബി സ്റ്റഡിയിങ് അറ്റ് 5 o'clock. അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ വിൽ ബി ആണ് ഉപയോഗിക്കുക. ഐ വിൽ ബി സ്റ്റഡിയിങ്. ഐ വിൽ ബി സ്റ്റഡിയിങ് വെൻ യു കോൾ. നീ വിളിക്കുമ്പോൾ ഞാൻ പഠിക്കുകയായിരിക്കും. അപ്പോൾ ഒരു കൃത്യസമയത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് പറയുക, ഫ്യൂച്ചറിൽ നടക്കുന്നത്. ഇനി ഒരു പീരീഡ് ഓഫ് ടൈമിൽ നടക്കുന്ന കാര്യം പറയുമ്പോൾ അവിടെ ഒരു ലോങ് പീരീഡ്, എത്ര ലോങ് പീരീഡ് ആവാം, ഷോർട്ട് പീരീഡ് ആവാം, ഒരു പീരീഡ് ഓഫ് ടൈം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫോർമാറ്റ് വെച്ചിട്ട് പഠിക്കാം. സബ്ജക്റ്റിന്റെ കൂടെ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആള് അല്ലേ? ആളുടെ പേര്. സബ്ജക്റ്റിന്റെ കൂടെ വിൽ ഹാവ് ബീൻ ഉപയോഗിക്കുക. വിൽ ഹാവ് ബീൻ. പിന്നെ വെർബിന്റെ ING ഫോം. അതിനുശേഷം ടൈം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു സ്റ്റാർട്ടിങ് ടൈമാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഫ്രം ഉപയോഗിക്കുക. ഫ്രം 5 o'clock, ഫ്രം മൺഡേ, എന്നൊക്കെ പറയാം. ഇനി 4 ആണെങ്കിലോ മുഴുവൻ സമയവും പറയുന്നുണ്ടെങ്കിൽ 4 പറയാം. നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം അല്ലേ? പിന്നെ ഈ വില്ലിന്റെ കൂടെ ഹാവ് ആണ് വരിക. നമുക്കറിയാലോ, ഹാസ് ഉപയോഗിക്കില്ല ഒരിക്കലും. എപ്പോഴും വില്ലിന് ശേഷം ഹാസ് ബീൻ വരില്ല, ഹാവ് ബീൻ ആണ് വരിക. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നാളെ 5 മണി മുതൽ ഞാൻ പഠിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാ? നാളെ 5 മണി മുതൽ ഞാൻ പഠിക്കുകയായിരിക്കും. അപ്പോൾ ഒരു കൃത്യസമയമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ആരാണ് സബ്ജക്റ്റ്? ആരാണ്? ഞാനാണ് അല്ലേ? സോ സബ്ജക്റ്റ് ഐ വിൽ ഹാവ് ബീൻ ചേർക്കുക, നോ ഡൗട്ട് അല്ലേ? ഐ വിൽ ഹാവ് ബീൻ പഠിക്കുകയായിരിക്കും. എന്താണ് വെർബ്? പഠിക്കുക, സ്റ്റഡി. അപ്പോൾ വെർബിന്റെ ING ഫോം ആണ്. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ്. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് എന്താണ്? നാളെ 5 മണി മുതൽ എന്നാണ് പറഞ്ഞത്. മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിൻസ് ആണ് ഉപയോഗിക്കാറ്. എവിടെയൊക്കെ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് സിൻസ് ആണ് ഉപയോഗിക്കുക. അവിടെ സിൻസ് 5 o'clock എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഫ്രം ആണ് ഉപയോഗിക്കുക. അപ്പോൾ നാളെ 5 മണി മുതൽ എന്നെങ്ങനെ പറയാ? അപ്പോൾ ഫ്രം 5 o'clock അല്ലേ? ഫ്രം 5 o'clock ടുമോറോ. ഫ്രം 5 o'clock ടുമോറോ. അപ്പോൾ അങ്ങനെയാണ് എക്സാമ്പിൾ വരിക. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫ്രം 5 o'clock ടുമോറോ. ക്ലിയർ ആണോ? വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. അവൾ അടുത്ത 5 ദിവസം യാത്രയിലായിരിക്കും. അവൾ അടുത്ത 5 ദിവസം യാത്ര ചെയ്യുകയായിരിക്കും. യാത്ര ചെയ്യുക എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ട്രാവൽ ആണ്, ട്രാവൽ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അവൾ അടുത്ത 5 ദിവസം യാത്രയിലായിരിക്കും അല്ലെങ്കിൽ യാത്ര ചെയ്യുകയായിരിക്കും. അവൾ എന്നാണ് സബ്ജക്റ്റ് വന്നത്. എങ്ങനെയാണ്? ഷീ. നോ ഡൗട്ട് അല്ലേ? വിൽ ഹാവ് ബീൻ. ഷീ വിൽ ഹാവ് ബീൻ. പിന്നെ എന്താ വെർബ്? എന്താ? ട്രാവൽ. ഷീ വിൽ ഹാവ് ബീൻ ട്രാവലിംഗ്. പിന്നെ എന്താ വരിക? അടുത്ത 5 ദിവസം, അതായത് ആ യാത്ര ചെയ്യുന്ന മുഴുവൻ ടൈം പീരീഡും അവിടെ മെൻഷൻ ചെയ്യുകയാണ്. അപ്പൊ എന്താ പറയാ? നെക്സ്റ്റ് 5 days. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 5 days. അപ്പോൾ 4 ആണോ ഫ്രം ആണോ വരിക? മുഴുവൻ ടൈമും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 4 വരിക. സ്റ്റാർട്ടിംഗ് ടൈം മാത്രമാണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് വരണം? ഫ്രം ആണ് വരണ്ടേ. ഇവിടെ 5 മണി മുതൽ എന്നായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഫ്രം ഉപയോഗിച്ചു. ഇനി ഇവിടെ എന്താ വരിക? 4 ആണ് വരിക. ഫോർ നെക്സ്റ്റ് 5 days. ക്ലിയർ ആണോ? അപ്പോൾ അവൾ അടുത്ത 5 ദിവസം എന്താണ്? ട്രാവൽ ചെയ്യുകയായിരിക്കും, യാത്ര ചെയ്യുകയായിരിക്കും എന്നാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത 3 മാസം ഞങ്ങൾ ഒരു കോഴ്സ് പഠിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാ? അതൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത 3 മാസം ഞങ്ങൾ ഒരു കോഴ്സ് പഠിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.